നമസ്കാരം. ആദ്യമായി തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന, എന്നാൽ കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായും അല്ലെങ്കിൽ ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ എന്നൊക്കെ തോന്നി സ്കിപ്പ് ചെയ്ത് പോകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. എന്നാൽ ഒന്നോർക്കുക, കേൾക്കുമ്പോൾ വളരെ തമാശയായും നിസ്സാരവുമായും ഒക്കെ തോന്നുന്ന പല കാര്യങ്ങളും വളരെയേറെ ഉപകാരപ്രദവും ഫലപ്രദവും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമായിരിക്കും. എന്നാൽ നമ്മളിൽ പലരുടെയും ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഒന്നിലും ക്ഷമയില്ല, അല്ലെങ്കിൽ ഒന്നിലും വിശ്വാസമില്ല, ആരിലും വിശ്വാസമില്ല, അതുമല്ലെങ്കിൽ എല്ലാറ്റിനോടും ഒരു പുച്ഛ ഭാവവും ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ്. ഒരു കണക്കിൽ പറഞ്ഞാൽ ഈ ഭാവങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നു ചേരുന്നത്. എന്നാൽ ആരും അത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, പകരം പ്രശ്നങ്ങളുടെ കാരണങ്ങൾ തേടി പുറത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ പറയട്ടെ, ഒന്നിനെയും നിസ്സാരമായി കാണേണ്ടതില്ല. ഒരു അറിവും ചെറുതല്ല. എന്തായാലും ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ, ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. അതിനായി ഈ വീഡിയോ മുഴുവനായി കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വിഷയത്തിലേക്ക് വന്നാൽ, കാര്യം മറ്റൊന്നുമല്ല, നമ്മളുടെയൊക്കെ കൂടെ ജീവിതത്തിൽ ധാരാളം നെഗറ്റിവിറ്റി നിറഞ്ഞ ആളുകൾ ഉണ്ടാവും. അതിപ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ ആവാം, മറ്റ് ബന്ധുമിത്രാദികളുടെ ഇടയിലാവാം, അയൽവാസികൾക്കിടയിലാവാം, മറ്റ് ഫ്രണ്ട്ഷിപ്പുകൾക്കിടയിലാവാം, അങ്ങനെ എവിടെയുമാവാം. അങ്ങനെ ഇവരിൽ നിന്നൊക്കെ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന നെഗറ്റീവ് എനർജിയെ എങ്ങനെ തടഞ്ഞു നിർത്താമെന്നും, കൂടാതെ നമ്മളിൽ തന്നെയുള്ള നെഗറ്റീവ് ചിന്തകളെയും നെഗറ്റീവ് എനർജികളെയും എങ്ങനെ പുറത്താക്കാം എന്നതിനെ പറ്റിയൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ, നമുക്ക് ചുറ്റും പലപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, എന്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഒക്കെ ആളുകളുണ്ടാവാം. അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവാം. അത് ഇന്ന ആള് എന്നൊന്നുമില്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ആരുമാവാം. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഇവരിൽ നിന്നൊക്കെ മാറി എങ്ങനെ പോസിറ്റീവായ ഒരു ജീവിതം നേടാം എന്നാണ് നാം ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇതിനായി ചില ടെക്നിക്കുകൾ, അല്ലെങ്കിൽ 90 സെക്കൻഡ് മെത്തേഡ്, അല്ലെങ്കിൽ 5 to 1 മെത്തേഡ്, അങ്ങനെ പല മെത്തേഡുകളുമുണ്ട്. ഇതൊക്കെ എന്താണ് എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുമുണ്ട്. ഇതിൽ ആദ്യമായി ചെയ്യേണ്ടത് നമുക്ക് നമ്മളെ പറ്റി തന്നെയുള്ള ഒരു സെൽഫ് അവെയർനെസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ, നമ്മളുടെ വാല്യൂ ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നതാണ്. എങ്കിലല്ലേ മറ്റുള്ളവർ നമുക്ക് വാല്യൂ തരികയുള്ളൂ. എന്ന് വെച്ചാൽ, നിങ്ങളുടെ കഴിവുകളെ പറ്റി നിങ്ങൾ തന്നെ ആദ്യം മനസ്സിലാക്കിയിരിക്കുക എന്നതാണ്. അതിനായി നിങ്ങൾ ഒരു നോട്ട്ബുക്കും പെന്നും എടുത്ത് അതിൽ നിങ്ങൾ ഏതിലൊക്കെയാണ് സ്ട്രെങ്ത് ആയിട്ടുള്ളത് അതൊക്കെ 1 by 1 ആയിട്ട് എഴുതി വെക്കണം. വീണ്ടും പറയട്ടെ, ഇതൊക്കെ ചെയ്യാൻ മടിയുള്ള ആളുകൾ ഈ വീഡിയോ കേൾക്കേണ്ടതേയില്ല. ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ, യാതൊരു പരാതിയുമില്ല. കാരണം ഞാൻ തുടർന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളിൽ പലതും നിങ്ങൾ ഇത്തരത്തിൽ പ്രാക്ടിക്കലായി ചെയ്യാനുള്ളതാണ് എന്നതുകൊണ്ടാണ്. ഭക്ഷണം പാകം ചെയ്ത് വിളമ്പി സ്പൂണിൽ കോരി വായിൽ ഒഴിച്ചു തരാം, പക്ഷേ അറ്റ്ലീസ്റ്റ് അത് ചവച്ചിറക്കുക എന്ന ജോലിയെങ്കിലും നിങ്ങൾ സ്വയം ചെയ്തല്ലേ പറ്റൂ. അതുകൂടി എനിക്ക് ചെയ്തു തരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ സ്ട്രെങ്തിനെ പറ്റി, നിങ്ങളുടെ കഴിവുകളെ പറ്റി ഒരു നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുന്നതിനെ പറ്റിയായിരുന്നു. അത്തരത്തിൽ നിങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ മറന്നു പോയിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മ വരും എന്നുള്ളതാണ്. പല കഴിവുകളും നിങ്ങൾക്ക് ഓർമ്മ വരും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ, എല്ലാ മനുഷ്യരിലും പല പല തരത്തിലുള്ള പല പല കഴിവുകൾ ഉണ്ടാവും എന്നത് തീർച്ചയാണ്. അത് പലരിലും വ്യത്യസ്തമായിരിക്കും എന്ന് മാത്രം. ചിലർക്ക് നന്നായി കുക്ക് ചെയ്യാനുള്ള കഴിവുകളുണ്ടാവും, ചിലർക്ക് നന്നായി സംസാരിക്കാനുള്ള കഴിവുകളുണ്ടാവും, ചിലർക്ക് നന്നായി പടം വരയ്ക്കാനുള്ള കഴിവുകളുണ്ടാവും, ചില ആളുകൾക്ക് നന്നായി പാടാനുള്ള കഴിവുകളുണ്ടാവും, ചിലരിൽ നല്ല സാഹിത്യവാസനകൾ ഉണ്ടാവും, അതുമല്ലെങ്കിൽ ചിലർക്ക് നന്നായി ക്ലാസ് എടുക്കാനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെ പല പല തരത്തിലുള്ള കഴിവുകൾ നമ്മൾക്കുണ്ടായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ജീവിത സാഹചര്യങ്ങളിൽ മറന്നുപോയിരുന്ന പലതും നമ്മളിപ്പോൾ വളരെ ശാന്തമായിരുന്ന് ആലോചിച്ചാൽ നമ്മൾക്ക് ഓർമ്മയിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള കഴിവുകൾ കണ്ടെത്തി ഒരു ബുക്കിൽ എഴുതി വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി.
അങ്ങനെ നമ്മളുടെ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ്. എന്നാൽ ആ കൂട്ടത്തിൽ നമ്മളുടെ വീക്ക്നെസ്സുകൾ കൂടി അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, അത് അറിഞ്ഞു വെച്ചിരുന്നാൽ നമുക്ക് അതിനെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാമല്ലോ. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ വീക്ക്നെസ്സിൽ നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കേണ്ടതേയില്ല. മറ്റൊരു പ്രധാന കാര്യം, നമുക്ക് ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ അകാരണമായി ഡൗൺ ആയി പോകുന്നതായി തോന്നാം. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മൾ നേരത്തെ എഴുതി വെച്ചിരുന്ന നമ്മളുടെ കഴിവുകൾ ആ നോട്ട്ബുക്ക് എടുത്ത് ഓരോന്നോരോന്നായി 2-3 ആവർത്തി വായിക്കുക. എന്നിട്ട് നമ്മളോട് തന്നെ പറയുക, ഇതാണ് ഞാൻ. ഐ ആം കേപ്പബിൾ ടു ഡു എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. എനിക്ക് എന്തും സാധിക്കും എന്ന്. അതുമാത്രമല്ല, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഉറക്കമുണർന്നതിന് ശേഷം ഫോണൊക്കെ നോക്കുന്നതിന് തൊട്ടു മുൻപ്, മറ്റു കാര്യങ്ങളിലൊക്കെ വ്യാപൃതരാകുന്നതിന് തൊട്ടു മുൻപ് ഈ ബുക്ക് എടുത്ത് അതിൽ എഴുതിയിരിക്കുന്ന കഴിവുകളൊക്കെ 2-3 ആവർത്തി മനസ്സിരുത്തി വായിക്കുക. അതുപോലെ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപും ഇതുപോലെ തന്നെ ചെയ്യുക. ഫോണൊക്കെ മാറ്റി വെച്ചതിന് ശേഷം മാത്രം കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാമോ? നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിപ്പിക്കുകയാണ്, നിങ്ങൾ കഴിവുള്ള ആളാണ്, അല്ലാതെ നിസ്സാരക്കാരല്ല, എനിക്ക് ഇത്രയും കഴിവുകളുണ്ട്, എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്നൊക്കെ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. അടുത്തതായി ചെയ്യേണ്ടത്, നിങ്ങളെ പലതും പറഞ്ഞ് കുറ്റപ്പെടുത്തി, നിരുത്സാഹപ്പെടുത്തി, വേദനിപ്പിച്ച് മാറ്റി നിർത്തുന്ന ചില ആളുകളുണ്ടാവുമല്ലോ, അവരിൽ നിന്നൊക്കെ ചെറിയ ഗ്യാപ്പ് ഇടുക എന്നുള്ളതാണ്. ഗ്യാപ്പ് ഇടുക എന്ന് വെച്ചാൽ ഫിസിക്കൽ ഗ്യാപ്പ് എന്ന് നിർബന്ധമില്ല കേട്ടോ. കാരണം എല്ലാവരിൽ നിന്നും അത് സാധിച്ചു കൊള്ളണമെന്നില്ലല്ലോ. പക്ഷെ അവരിൽ നിന്നൊക്കെ ഇമോഷണൽ ഗ്യാപ്പ് ഇടുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ അവർ പറയുന്നതും പെരുമാറുന്നതും നമ്മളുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും തട്ടാത്ത രീതിയിൽ നമ്മളുടെ മനഃശക്തി ഉപയോഗിച്ച് ഒരു രക്ഷാ കവചം തീർക്കണം എന്നർത്ഥം. ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി വിട്ടുകളയാൻ ശീലിക്കണം. അതിനെയൊന്നും സ്വന്തം ശരീരത്തിലേക്കും മനസ്സിലേക്കും കയറ്റാതെ വിട്ടുകളയാൻ ശീലിക്കണം. അവഗണിക്കാൻ പഠിക്കണം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ അതിനെയൊന്നും ഓവർ അനലൈസ് ചെയ്യാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിനെയൊക്കെ മനസ്സിലിട്ടിങ്ങനെ വേവിച്ച് അവരെന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്, അത് മോശമായി പോയില്ലേ, എനിക്കത് വല്ലാത്ത നാണക്കേടായി പോയില്ലേ, ക്ഷീണമായി പോയില്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അതിനെയൊക്കെ മനസ്സിലിട്ട് വീണ്ടും വീണ്ടും കീറി മുറിക്കാതിരിക്കുക എന്നർത്ഥം. ദിസ് ഈസ് ഓൺലി ദ പാർട്ട് ഓഫ് ദി ഗെയിം എന്ന രീതിയിൽ തള്ളിക്കളയുക. നിസ്സാരമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ ബോസ് നിങ്ങളെ ഒന്ന് ശകാരിച്ചു എന്നിരിക്കട്ടെ. അതിന് ചിലപ്പോൾ എന്തെങ്കിലും കാരണം ഉണ്ടാവാം, അല്ലെങ്കിൽ അയാളുടെ അന്നത്തെ മൂഡ് അത്തരത്തിലായിരുന്നിരിക്കാം. കേട്ടിട്ടില്ലേ, അയാൾ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭാര്യയുമായി വഴക്കിട്ടായിരിക്കാം ഇറങ്ങിയിട്ടുണ്ടാവുക. അതുമല്ലെങ്കിൽ അയാളുടെ മുകളിലുള്ള അയാളുടെ ബോസ് അയാളെ അതിനേക്കാളൊക്കെ ശകാരിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ അതായിരിക്കാം അയാൾ നിങ്ങളുടെ മേൽ ചൊരിഞ്ഞത്. അങ്ങനെ എന്തുമാവാമെന്നേ, അതിനെ അത്തരത്തിൽ വിട്ടുകളഞ്ഞേക്കുക. മേലുദ്യോഗസ്ഥന്റെ ശകാരമേൽക്കുന്ന ലോകത്തെ ആദ്യത്തെ വ്യക്തിയൊന്നും അല്ലല്ലോ നിങ്ങൾ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇമോഷണൽ റെസിലൻസ് എന്ന് പറയുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ തൊലിക്കട്ടി കൂട്ടണം എന്നർത്ഥം. ഇതും ഞാൻ ഇപ്പോൾ തൊട്ടുമുമ്പ് പറഞ്ഞതുമായി നല്ല ബന്ധമുള്ളതുകൊണ്ട് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇവരൊക്കെ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അതൊന്നും എന്നെ സ്പർശിക്കുന്നേയില്ല എന്ന ഭാവം നമ്മൾ വളർത്തിയെടുക്കണം. മറ്റൊന്ന്, ഞാൻ സ്ഥിരമായി എല്ലാ വീഡിയോകളിലും തന്നെ പറയാറുള്ള ഒരു കാര്യമാണ്, രാവിലെ എണീറ്റ് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് ശീലിക്കുക എന്നുള്ളത്. ഇത് മറ്റുള്ളവരിൽ നിന്നുള്ള നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് എത്തിച്ചേരാതെ ഒരു രക്ഷാകവചമായി നിങ്ങളിൽ നിലനിൽക്കും എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന നെഗറ്റിവിറ്റിയെ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു 30 മിനിറ്റെങ്കിലും ശരീരം നന്നായി വിയർക്കുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇനിയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ചില ടെക്നിക്കുകളാണ്. ആദ്യത്തേത് 5 4 3 2 1 എന്ന ടെക്നിക്കാണ്. ഇത് സൈക്കോളജിയിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലുള്ള ഒരു മെത്തേഡാണ്. ഇത് വളരെ എഫക്റ്റീവാണ്. ഇതിനെ ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്നാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ വരികയാണ്, ഓവർ തിങ്കിങ് വരികയാണ്, അതുമല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ഇമോഷൻസ് വരികയാണ് എന്ന് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ?
അപ്പോഴും ഒരു പേപ്പർ എടുത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന 5 കാര്യങ്ങൾ ആദ്യം എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് തൊടാൻ കഴിയുന്ന 4 കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കാതിൽ കേൾക്കാൻ പറ്റുന്ന 3 കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ശേഷം നിങ്ങൾക്ക് സ്മെൽ ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ അവസാനമായി നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കഴിയുന്ന 1 കാര്യം എഴുതി വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ വന്ന ആ നെഗറ്റിവിറ്റി നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാകും എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അതിൻ്റെ പിന്നിലെ ശാസ്ത്രീയ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഈ 5 കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെയും നമ്മൾ ഉണർത്തി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മളുടെ ശ്രദ്ധ മാറും, നമ്മളിൽ സ്വയം ഹീലിംഗ് സംഭവിക്കും. നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിമ്പിളായി തോന്നിയേക്കാം, പക്ഷേ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ് സ്റ്റോപ്പ് മെത്തേഡ് അഥവാ STOP മെത്തേഡ്. ഇതിൽ എസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് വാട്ട് യു ആർ ഡൂയിങ് റൈറ്റ് നൗ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിർത്തുക. എസ് കഴിഞ്ഞ് ടി എന്ന് പറഞ്ഞാൽ ടേക്ക് എ ഡീപ് ബ്രീത്ത് എന്നാണ്. വളരെ ദീർഘമായ ഒരു ശ്വാസമെടുത്ത് വളരെ സാവധാനത്തിൽ പുറത്തേക്ക് വിടുക എന്നുള്ളതാണ്. O എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒബ്സർവ് യുവർ തോട്ട്സ് എന്നാണ്. നിങ്ങളെ വിഷമിപ്പിച്ച ആ ചിന്ത, ആ കാര്യം എന്താണ് എന്ന് ഒബ്സർവ് ചെയ്യുക, മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഞാൻ വിഷമിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് ഫീലിങ്സ് ആണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്ന് വളരെ ആഴത്തിൽ മനസ്സിലാക്കുക. അതിൽ ഞാൻ ഇത്രയധികം വറിയാവാൻ തക്ക വിധത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം വിലയിരുത്തുക. അപ്പോൾ മനസ്സിലാകും അത്തരത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, വളരെ നിസ്സാരമായിരുന്നു എന്ന്. ഇനി അവസാനത്തത് P എന്ന് വെച്ചാൽ പ്രൊസീഡ് വിത്ത് അവയർനെസ് ആൻഡ് ഇന്റൻഷൻ എന്നാണ്. എന്ന് വെച്ചാൽ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ വിചാരിക്കുക, ഓ ഇത്രയും ചെറിയ കാര്യത്തിനാണോ ഞാൻ ഈ ടെൻഷൻ അടിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മൊത്തം വിഷമിക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിൽ വിഷമിച്ചിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു നെഗറ്റീവ് ഇമോഷൻസ് ചിന്ത വരുമ്പോഴോ, അതുമല്ലെങ്കിൽ മറ്റൊരു നെഗറ്റിവിറ്റി നിറഞ്ഞ കാര്യം വാക്കുകൾ നിങ്ങളോട് പറയുമ്പോഴോ പ്രവർത്തിക്കുമ്പോഴോ അതിൽ വിഷമിച്ച് തുടങ്ങുമ്പോഴോ തന്നെ മനസ്സിനോട് പറയുക സ്റ്റോപ്പ് എന്ന്. എന്നിട്ട് ഇതിലെ ഓരോ അക്ഷരങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രയോഗിക്കുക. അപ്പോൾ തീർച്ചയായും ആ നെഗറ്റിവിറ്റി നിങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും പവർഫുള്ളായ മറ്റൊരു ചെറിയ ടെക്നിക്ക് കൂടി പറഞ്ഞു തന്നിട്ട് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അത് മറ്റൊന്നുമല്ല, 90 സെക്കൻഡ്സ് റൂൾ എന്ന ഒരു വലിയ ടെക്നിക്കാണ്, മെത്തേഡാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിൽ അകാരണമായ ഒരു നെഗറ്റിവിറ്റിയോ ടെൻഷനോ വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മളിലേക്ക് ഒരു നെഗറ്റിവിറ്റി പാസ് ചെയ്യുമ്പോൾ, നമ്മൾക്ക് നമ്മളുടെ മനസ്സിന് ശരീരത്തിന് എന്തോ സംഭവിക്കുന്നു എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് 90 സെക്കൻഡ് തുടർച്ചയായി ദീർഘനിശ്വാസം എടുക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ദീർഘമായ ശ്വാസം മൂക്കിലൂടെ ഉള്ളിലേക്കെടുത്ത് വളരെ സാവധാനത്തിൽ വായിലൂടെ പുറത്തേക്ക് വിടുക എന്നുള്ളതാണ്. ഇത് ന്യൂറോ സയൻസിൽ വളരെ ഫലപ്രദമായി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇതിൻ്റെ തിയറി വളരെ സിമ്പിളാണ്. എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് ഇമോഷൻ നമ്മളിലേക്ക് വരികയാണ് എങ്കിൽ നമ്മളുടെ ബോഡിയിലേക്ക് അതിൻ്റെ എഫക്റ്റ് ഏൽക്കാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ളതാണ്. കാരണം ഒരു നെഗറ്റീവ് എഫക്റ്റ് നമ്മളുടെ ബോഡിയിലേക്ക് ഏൽക്കണമെങ്കിൽ 90 സെക്കൻഡാണ് അതിന് വേണ്ട സമയം. അപ്പോൾ എന്ത് വേണം, ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ 90 സെക്കൻഡ് ഇത്തരത്തിൽ ഡീപ് ബ്രീത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ ആ പറഞ്ഞ കാര്യം, ആ വന്ന കാര്യം നിങ്ങളിലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക്, ശരീരത്തിലേക്ക് ഏൽക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ആവശ്യമുള്ള ആളുകൾ പോയിന്റുകളായി എഴുതി വെച്ച് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫലം ലഭിക്കും, ഉറപ്പാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഇത്തരത്തിലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.